മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിഗൂഢതകൾ പുറത്തുവരികയും കള്ളത്തരങ്ങൾ തെളിവ് സഹിതം പുറത്തറിയുകയും ചെയ്താൽ അവസാനത്തെ ഈ ഒരു വർഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പണി പാളും എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സമ്മേളനത്തിന്റെ നിർദ്ദേശപ്രകാരം ഭരണതലത്തിൽ ചില അഴിച്ചുപണികൾ തുടങ്ങിയിരിക്കുന്നു. അതും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് തുടക്കം. അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ പ്രസ് സെക്രട്ടറി PM മനോജിനെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ അതായത് PRDയുടെ ചുമതലയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. പകരം അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനും മീഡിയ സെക്രട്ടറി പ്രഭാവർമ്മയ്ക്കുമാണ് ഇനി PRDയുടെ ചുമതല നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഏറ്റവും ജാഗ്രത പുലർത്തേണ്ടതും ജനങ്ങളെ അറിയിക്കേണ്ടതെല്ലാം തീരുമാനിക്കേണ്ടതും PRD വകുപ്പാണ്. അതിൽ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടാണ് പിണറായിയുടെ വിശ്വസ്തൻ മാറ്റപ്പെടുന്നത്. പ്രസ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മനോജിനെ മാറ്റണമെന്നൊരു അഭിപ്രായം ഉണ്ടായെങ്കിലും PRD ചുമതലയിൽ നിന്നും മാറ്റി ഇപ്പോൾ ഒതുക്കി നിർത്തുകയാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 2 PRD ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കെതിരെ ആരോപണങ്ങൾ വലിയ തോതിൽ ഉയർന്നു വന്നു. ഇവരുടെ പ്രവർത്തനം നിയന്ത്രിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എൻ്റെ കേരളം, കേരളീയം, നവകേരള സദസ്സ് എന്നീ പരിപാടികളുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം ഉയർന്നതോടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരെ നിരീക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഏറ്റവും പ്രധാനപ്പെട്ടത് PRD കരാറുകൾ നിരന്തരം ഈ PM മനോജിന്റെ മകന്റെ സ്ഥാപനം ഉൾപ്പെടെ വേണ്ടപ്പെട്ടവർക്ക് മാത്രം ലഭിക്കുന്നു എന്നുള്ളത് വലിയ വാർത്തയായി വരികയായിരുന്നു. PRD പരസ്യ കരാറുകളിലും ഡോക്യുമെന്ററി നിർമ്മാണത്തിലും ഇടപെടലുണ്ടെന്നും വലിയ ആരോപണം ഉയർന്നു. PRD ജീവനക്കാരുടെ സ്ഥാനക്കയറ്റത്തിലും സ്ഥലം മാറ്റത്തിലുമൊക്കെ ഇവരുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രി മകളുടെ കമ്പനി വളർത്തുന്നത് കൊണ്ട് അത് കണ്ടുകൊണ്ടായിരിക്കാം അതേ വഴിയിൽ തന്നെ PM മനോജും തൻ്റെ മകൻ്റെ സ്ഥാപനം ഇങ്ങനെ വഴിവിട്ട രീതിയിൽ വളർത്തിയെടുത്തത്. പക്ഷേ മുഖ്യൻ ചെയ്യുന്നത് പോലെ മറ്റുള്ളവർക്ക് ചെയ്യാൻ പാടില്ല എന്ന് PM മനോജ് മനസ്സിലാക്കിയിട്ടില്ല. പിടിച്ച് താഴെയിട്ടിരിക്കുന്നു. അപകടം മണക്കുന്നുവെന്നും സർക്കാരിൻ്റെ 4ാം വാർഷിക പരിപാടികൾ ഉടൻ നടക്കുന്നതും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നതുമൊക്കെ കണക്കിലെടുത്ത് അഴിച്ചുപണി അത്യാവശ്യമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചത് എന്നാണ് സൂചന. പ്രസ് സെക്രട്ടറി മനോജ് മാധ്യമങ്ങൾക്കെതിരെ വലിയ രീതിയിൽ മോശമായ വിമർശനം നടത്തിയതും പാർട്ടി നേതൃത്വത്തിൽ അതൃപ്തി ഉണ്ടാക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസും മാധ്യമങ്ങളുമായുള്ള ബന്ധം ഇത്രയും വഷളായൊരു കാലഘട്ടം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്ന വിമർശനം ഉയർന്നു വരുന്നു. അതിനെല്ലാം ഉത്തരവാദി PM മനോജാണെന്ന് പാർട്ടി മനസ്സിലാക്കിയിരിക്കുന്നു. പാർട്ടി മുഖപത്രത്തിന്റെ റെസിഡന്റ് എഡിറ്ററായിരിക്കെയാണ് PM മനോജ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ പ്രസ് സെക്രട്ടറി സ്ഥാനവും ഇനി നഷ്ടപ്പെടുന്നതോടെ മനോജ് പത്രത്തിലേക്ക് തന്നെ മടങ്ങുമെന്നാണ് സൂചന ലഭിക്കുന്നത്. ഏതായാലും ആരെയും കുറ്റം പറയാൻ കഴിയുന്നവരല്ല. കാട്ടിലെ തടി തേവരുടെ ആന വലിച്ചെടുക്കാൻ പറ്റുന്നതെല്ലാം വലിച്ചെടുക്കും. കണ്ണിൽ പൊടിയിടാൻ ചില തിരുത്തലുകൾ എന്നു മാത്രം.